ഇന്ത്യൻ മിനി സ്ക്രീൻ ഇന്ന് വലിയ അമ്പരപ്പിലാണ്. ആ അമ്പരപ്പിന് കാരണം ഒരു 7 വയസ്സുകാരൻ്റെ പാട്ടാണ്. മുതിർന്നവർ പോലും പാടാൻ ബുദ്ധിമുട്ടുന്ന പല പാട്ടുകളും ഈ 7 വയസ്സുകാരൻ ഭാവരാഗ താള ലയങ്ങളോട് കൂടി സ്റ്റേജിൽ അനായാസനെ ആലപിക്കുന്നു. ആ 7 വയസ്സുകാരൻ മറ്റാരുമല്ല, സോണി സൂപ്പർ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി സാന്നിധ്യമായ ആവിർഭവാണ്. 2018 തെലുങ്കിലെ സി ചാനലിൽ സരിഗമപ എന്ന ഷോയിലൂടെയാണ് ആവിർഭവ് മിനി സ്ക്രീനിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. പിന്നീട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ മലയാളികളുടെ ഇടയിൽ ഏറെ ജനപ്രിയനായി മാറി ഇവൻ. ഇപ്പോൾ ആവിർഭവിന്റെ പ്രശസ്തി തെലുങ്കും മലയാളവും കടന്ന് ഹിന്ദിയിലേക്കും എത്തിയിരിക്കുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ എത്ര അനായാസനമായാണ് ആവിർഭവ് പാടുന്നത്. ഇത്രയും ഭാവത്തോടെ ഈ ഗാനം ആലപിക്കാൻ എനിക്ക് വർഷങ്ങളെടുത്തു. പക്ഷെ ആവിർഭവിന് ഈ പ്രായത്തിൽ തന്നെ അത് സാധിക്കുന്നു. ചാന്ദ് ചുപ്പ ബാദൽ മേ എന്ന ഗാനം ആവിർഭവ് പാടിയതിനെ തുടർന്ന് സംഗീതജ്ഞൻ ഉദിത് നാരായണൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. बड़ा ही रोमांटिक गाना है ये, इसमें सॉफ्ट सिंगिंग भी है, कहीं कहीं एकदम ओपन वॉइस भी है, क्या बिंदास गाता है ये. थैंक यू. പാട്ട് തീർന്ന ഉടനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനും ഉദിത് നാരായണൻ മറന്നില്ല. ജയ്ഹോ തുടങ്ങിയ പാട്ടുകൾക്ക് പിന്നണി പാടിയ സുഖ്വിന്ദർ സിംഗും ഈ അടുത്ത് ആവിർഭവിന്റെ ആലാപനത്തിലെ ഭാവാത്മകതയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഗായകരിലെ ഷാരൂഖ് ഖാനാണ് ആവിർഭവ് എന്നും സുഖ്വിന്ദർ സിംഗ് കൂട്ടിച്ചേർത്തു. പ്രശംസകൾക്കപ്പുറം ഒരു അത്ഭുത പ്രതിഭാസമായാണ് ഈ ഷോയുടെ പ്രേക്ഷകർ എല്ലാവരും ആവിർഭവിനെ നോക്കിക്കാണുന്നത്. ഈ പ്രായത്തിൽ എങ്ങനെ ഇത്രയും നന്നായി പാടാൻ കഴിയുന്നു എന്നതാണ് എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. ഇതുവരെയുള്ള പ്രകടനങ്ങളിൽ ചിട്ടി ആയാ ഹേ എന്ന ഗാനത്തിന്റെ ആലാപനമാണ് ആവിർഭവിന്റെ ഏറ്റവും മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെടുന്നതും. ഇതിഹാസ ഗായകൻ പങ്കജ് ഉദാസിന്റെ ആലാപനത്തോട് കിടപിടിക്കുന്നതായിരുന്നു ആവിർഭവിന്റെ പ്രകടനം. ഈ ഒറ്റ ഗാനത്തിലൂടെ തന്നെ ആവിർഭവിന്റെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ കഴിയും. ഒറ്റയ്ക്ക് നിന്നുള്ള ഞെട്ടിക്കലിന് ഒപ്പം യുഗ്മഗാനം പാടാൻ ഒരു ജോഡി കൂടെയുണ്ട് ആവിർഭവിന് ഈ ഷോയിൽ. പിഹു ശർമ്മ എന്നാണ് ആ ബാലഗായികയുടെ പേര്. ഇരുവരും ചേർന്നുള്ള പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ഇപ്പോൾ. ഇന്ത്യയിലെ മികച്ച ബാലയുഗ്മ ഗായക ജോഡികൾ ഇവരാണെന്ന് മറ്റൊരു വിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായവും. പിഹുവിനൊപ്പം പാടിയ സത്യം ശിവം സുന്ദരം എന്ന ഗാനം ജനലക്ഷങ്ങളാണ് ഏറ്റെടുത്തത്. सत्यं शिवं सुंदर ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, सत्यं शिवं सुंदर. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ താങ്ങായും തണലായും നിൽക്കുന്നത് ആവിർഭവിന്റെ കുടുംബമാണ്. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശികളായ സന്ധ്യ സജിമോൻ ദമ്പതികളുടെ മകനായ ആവിർഭവിന് പാട്ടുകാരിയായ അനിർവിൻഹ്യ എന്ന ചേച്ചി കൂടെയുണ്ട്. തെലുങ്ക് സരിഗമപയുടെ ഫൈനലിസ്റ്റ് കൂടിയാണ് അനിർവിൻഹ്യ. ചേച്ചിയും അനിയനും ഒരുമിച്ചിരുന്ന് പാട്ട് പഠിക്കുന്ന യൂട്യൂബ് വീഡിയോകളും ഇപ്പോൾ വൈറലാണ്. ഇച്ചിരി സ്പീഡുണ്ട്. നമ്മൾ സെക്കൻഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്പീഡ് കൂടും. ഓക്കെ, ഇനിയും ആവിർഭവിന്റെ മികച്ച പ്രകടനങ്ങൾക്കായി ഒരു വലിയ പ്രേക്ഷക സമൂഹം കാത്തിരിക്കുകയാണ്.
വളർച്ചയുടെ വലിയ പടവുകൾ ആ ചെറിയ കാൽപാദങ്ങൾക്ക് ഇനിയുമേറെ കയറാനുണ്ട്. ഇന്ത്യൻ സംഗീതത്തിനുമപ്പുറം സംഗീതത്തിന്റെ അനന്ത സീമകളിൽ ആവിർഭവിന്റെ പേര് വരും നാളുകളിൽ ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും.